നോമ്പ് അഞ്ചാം ചൊവ്വ. മത്തായി സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 48 വരെ തിരുവചനങ്ങളുടെ വിശകലനം. പിന്നെ നന്മ കൊണ്ട് ജയിക്കുക. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാല്, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, പ്രഹരത്തിന് പകരം പ്രഹരം. പുറപ്പാട് 21:24-25 എന്ന പഴയ നിയമം ഭയം സൃഷ്ടിച്ച തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് വേണ്ടി എഴുതപ്പെട്ടവയായിരുന്നു. കായലിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ലാമേക്ക് തന്റെ ഭാര്യയോട് പറയുന്ന പ്രതികാര ചിന്ത ഇന്ന് ധ്യാന വിഷയമാക്കാവുന്നതാണ്. എന്നെ നിർവേൽപ്പിച്ച ഒരുവിനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നുകളഞ്ഞു. കായലിന്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമേക്കിൻ്റെത് 77 ഇരട്ടിയായിരിക്കും. എന്നാൽ യേശു പുതിയ നിയമ ധാർമ്മികതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തനിക്കെതിരെ പ്രവർത്തിക്കുന്നതിനോട് സ്വന്തം അവകാശങ്ങൾ ഉപേക്ഷിച്ച് സ്നേഹത്തോടും ഔദാര്യത്തോടും കൂടെ പെരുമാറണമെന്ന പുതിയ പാഠമാണിത്. പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ഏറെ പ്രയാസമുള്ള കാര്യങ്ങൾ തന്നെയാണ് യേശു പറയുന്നത്. ഉദാഹരണം, വലത്തുകാരൻ പിടിക്കുന്നതിന് ഇടത്തുകാരണം കൂടി കാണിച്ചു കൊടുക്കുക എന്ന വചനത്തിന്റെ ആന്തരാർത്ഥം ഗൗരവമേറിയതാണ്. വലത്തു കൈകൊണ്ട് അഭിമുഖമായി നിൽക്കുന്ന ഒരാളുടെ ഇടത്തുവശത്തല്ലാതെ വലത്തുകാരനെ പഠിക്കുക അത്ര എളുപ്പമല്ലാത്തതായ കാര്യങ്ങൾ പോലും ചെയ്യുന്നതാണ് യേശു ശിഷ്യത്വം. 1 മൈൽ മാത്രം കൂടുവാൻ ആവശ്യപ്പെടുന്നതോടുകൂടെ 2 മൈൽ ദൂരം ചെല്ലുമ്പോഴാണ് ദൈവത്തിന്റെ ഉദാരമനസ്കതയിൽ നാമും പങ്കുകാരാകുന്നത്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുകയും.